നമസ്കാരം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പഠനവിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, നമ്മൾ ചാപ്റ്റർ 2 ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വാട്സപ്പിൻ്റെ വോയിസ് ക്ലാസ്സിൽ ഏകദേശം 2 പ്രോബ്ലത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പല കുട്ടികളും അന്ന് തന്നെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എത്രമാത്രം സ്പീഡ് ഉണ്ടോ അത്രമാത്രം നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടൊരു ഗുണമുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് ചെയ്യാൻ പറയുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ എത്രയും പെട്ടെന്ന് പറ്റുന്നുണ്ടോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തന്നാൽ നമുക്കും അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നതും അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നതും പല കുട്ടികളും പല വീട്ടിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് അറിയുന്നുള്ളത്. അപ്പോൾ മാക്സിമം കുട്ടികളെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിക്കുക. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പാരൻസിന് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഏത് സമയത്ത് കോൺടാക്ട് ചെയ്താലും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ പാരൻസ് ഒരിക്കലും അത് വരച്ച് സബ്മിറ്റ് ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ കുട്ടികളെ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ വരുന്ന സമയത്ത് അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് തെറ്റാണെങ്കിൽ തെറ്റായിക്കോട്ടെ, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക, അവരെ കൊണ്ട് തന്നെ വരക്കുക. അപ്പോൾ അങ്ങനെ വരച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്കും അതിൻ്റെ ഒരു അറിവ് കിട്ടും. ഓക്കെ, നമുക്ക് മടുപ്പിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് അടയ്ക്കുകയാണ്. നോക്കാം. ക്ലാസ്സിലെ ആദ്യത്തെ 2 പ്രോബ്ലം ചെയ്തതാണ്. ഓക്കെ, അതിന് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ വോയിസ് ആയിട്ട് ആ ക്ലാസ് എടുത്ത് തന്നെയാണ്. 3ാമത്തെ പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. ഓക്കെ, 3ാമത്തെ പ്രോബ്ലം എന്താണ്? ബൈസെക്റ്റിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ആംഗിൾസ്. എന്താണ് ബൈസെക്റ്റിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ആംഗിൾസ്? ഒരു ആംഗിളിനെ എങ്ങനെ ഈക്വലി ബൈസെക്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഒപ്പം പഠിക്കുന്നത് ഒരു ആംഗിൾ എങ്ങനെ ഉണ്ടാക്കാം. ആംഗിൾ ഉണ്ടാക്കുന്നത് പണിയില്ല അല്ലേ? നമ്മളിൽ പൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ വരയ്ക്കും. പക്ഷെ അങ്ങനെയല്ല, എക്സാമിന് നമുക്ക് ഇങ്ങനെ ചോദ്യം വരും. അതായത് കോമ്പസും റൂളറും വെച്ചിട്ട് ഒരു ആംഗിൾ ബൈസെക്റ്റ് ചെയ്യണം. അപ്പോൾ അത് പേപ്പർ വാല്യൂ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. പൊട്രാക്ടർ വെച്ചിട്ടാണോ വരയ്ക്കുന്നത്, അല്ല റൂളറും കോമ്പസും വെച്ചിട്ടാണോ വരയ്ക്കുന്നത് എന്ന് നമുക്ക് വാല്യൂ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ തരുന്ന പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം? അതേ റൂൾസിൽ തന്നെ വരയ്ക്കുക. പൊട്രാക്ടർ ഉപയോഗിക്കേണ്ടടുത്ത് മാത്രം പൊട്രാക്ടർ ഉപയോഗിക്കുക. എന്താണ് യൂസ് ചെയ്യാൻ പറയുന്നത് അത് വെച്ച് മാത്രം വരയ്ക്കാം. നോക്കാം, ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരയ്ക്കാം. ബൈസെക്ട് ആൻ ആംഗിൾ ബൈ യൂസിങ് കോമ്പസ് ആൻഡ് റൂളർ. ചോദ്യത്തിൽ കോമ്പസും റൂളറും ഉപയോഗിച്ച് ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യുക. അങ്ങനെ ചോദ്യത്തിലല്ലേ? ഓക്കെ, നോക്കാം. അതിൽ നമുക്ക് സ്റ്റെപ്സ് ഒക്കെ. ഡ്രോ ആൻഡ് AB in suitable length, say 50 mm. നമ്മൾ എല്ലാത്തിലും എത്ര എടുക്കുന്നത്? 50 mm ലെങ്ത് എടുക്കില്ല. അപ്പം എന്ത് ചെയ്യുന്നു? AB എന്നുള്ളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, AB എന്നുള്ളൊരു ലൈനിൽ എത്ര വരയ്ക്കുന്നു? 50 mm ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ബോർഡിലേക്ക് വരയ്ക്കാം. AB എന്നുള്ളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, സ്പീഡായിരിക്കും. കാരണം സിമ്പിൾ പ്രോബ്ലംസ് ആണ്, അതുകൊണ്ട് ക്ലാസ് കുറച്ച് സ്പീഡായിരിക്കും. ശ്രദ്ധിക്കുക, AB ലെങ്ത് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എത്ര എടുത്തു? 50 mm ഒരു ലെങ്ത് വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞില്ലേ? ഡ്രോ എ ലൈൻ AC ദ ഗിവൺ ആംഗിൾ വിത്ത് AB. എത്ര ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്തു? ഇഷ്ടമുള്ളൊരു ആംഗിള് നമ്മൾ എന്ത് ചെയ്തു? AC എന്നുള്ളൊരു ലൈൻ വരച്ചു. ഓക്കെ, ഈ ആംഗിളിനെ നമുക്ക് എന്താണ്? ഈക്വലി ബൈസെക്ട് ചെയ്യണം. ഈ ആംഗിളിനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ആംഗിൾ BAC അല്ലെങ്കിൽ ആംഗിൾ CAC എന്നുള്ളൊരു ആംഗിളിനെ, ഈ ആംഗിൾ നമുക്ക് ഈക്വലി ബൈസെക്ട് ചെയ്യണം. ഈ ഈക്വലി ബൈസെക്ട് പറഞ്ഞാൽ എന്താണ്? ഇതിന് നേരെ പകുതിയാക്കണം അർത്ഥം. സാധാരണയാണെന്നുണ്ടെങ്കിൽ ഒരു പൊട്രാക്ടർ വെച്ചിട്ട് ഇതെത്ര ആംഗിൾ ഉള്ളത് ആളെടുത്തിട്ട് അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് കുറച്ച് കണിയിലായിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ചോദ്യത്തിൽ എങ്ങനെയാ തന്നിട്ടില്ല അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, നമുക്ക് അതിൻ്റെ മെത്തേഡിലേക്ക് എടുക്കാം. അടുത്ത എന്താ പറയുന്നത്? ഒരു കോമ്പസ് എടുക്കാം. അതായത് ഡ്രോ ആൻഡ് ആർക്ക് സൂയിറ്റബിൾ റേഡിയസ് വിത്ത് എ സെന്റർ ഇറ്റ്സ് കട്ട്സ് ലൈൻസ് PQ. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്? കോമ്പസ് എടുത്തു. ഇത് കോമ്പസ് വിചാരിക്കും. എൻ്റെ ഇവിടെ യൂസ് ചെയ്യേണ്ട കോമ്പസ് ഇല്ലാത്തത് കൊണ്ടാണ് കൈ കൊണ്ട് വരയ്ക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരുന്നു. കോമ്പസ് മനസ്സിലാക്കി നിങ്ങളിലുണ്ട്, കാരണം നിങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുന്നത്. എനിക്ക് ഈ ബോർഡിലായതുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. നോക്കാം, ശ്രദ്ധിക്കാം. കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്ത്? സൂയിറ്റബിൾ റേഡിയസ്, ഇഷ്ടമുള്ള റേഡിയസ് ചോദ്യം വയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരക്കണം. ഓക്കെ, ഞാൻ കൈയാലുള്ള കോമ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ എന്ത് ചെയ്തു? ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ആ ആർക്ക് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇവിടെ കട്ട് ചെയ്തു അല്ലേ? ഇവിടെ എന്ത് പേര് കൊടുക്കുന്നു? P എന്നുള്ള പേര് കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്തു? Q എന്നുള്ള പേര് കൊടുത്തു അല്ലെ? ഇതാണ് നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം എന്താ പറയുന്നത്? ഡ്രോ ആൻ ആർക്ക് വിത്ത് സെന്റർ P റേഡിയസ് ഈക്വൽ ടു മോർ ദാൻ ദ ഹാഫ് ഓഫ് ദ ആർക്ക് ലെങ്ത് PQ. ഓക്കെ, അടുത്തെന്ത് ചെയ്തു? നമ്മൾ ഇവിടെ കുത്തി. ഓക്കെ, ഇവിടെയും കുത്തണം, ഇവിടെ ഒരു പോയിന്റാണ്, Qയിലും കുത്തണം.
എത്ര അതിന്റെ റേഡിയസ് എത്ര പറയുന്നത്? അതിലും റേഡിയസ് തന്നിട്ടില്ല. എന്താണ് റേഡിയസ് ഈക്വൽ ടു മോർ ദാൻ ദ ഹാഫ് ഓഫ് ദ ആർക്ക് ലെങ്ത് ഓഫ് പി ക്യൂ. അതായത് ഒന്നെങ്കിൽ എന്താ പറയണം, പി ക്യൂവിന്റെ കാളും അധികം അല്ലെങ്കിൽ ഈക്വൽ ടു ആർക്ക് ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യണം, റേഡിയസ് ഈക്വൽ ടു മോർ ദാൻ ദ ഹാഫ് ഓഫ് ദ ആർക്ക് ലെങ്ത് പി ക്യൂ. പി ക്യൂ എന്നില്ല ആർക്ക് ലെങ്ത്തിനേക്കാളും അധികമോ കുറവോ, പകുതിയോ അതിൽ കൂടുതലോ, മോർ ദാൻ ഹാഫ് എന്നാ പറയുന്നത്. എടുത്തിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഒരു ആർക്ക് നമ്മൾ ഇവിടെ വരക്കുന്നു, ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരക്കുന്നു, ഇത് തമ്മിൽ ജോയിന്റ് ആക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ലൈനെ ബൈസെക്ട് ചെയ്യുന്നത്. സാധാരണ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടല്ല. ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, സമയമില്ല, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഇന്നൊരു 3-4 പ്രോബ്ലങ്ങളും ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത നോക്കാം. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ബൈ യൂസിങ് കോമ്പസ് ആൻഡ് റൂളർ. ഒരു കോമ്പസും റൂളറും ഉപയോഗിച്ചിട്ട് എന്ത് വരക്കണം, 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കണം എന്നാണ് പറയുന്നത്. എന്താണ് 60 ഡിഗ്രിയിൽ ഒരു ലൈൻ, കോമ്പസും റൂളറും. സാധാരണ 60 ഡിഗ്രി എങ്ങനെ വരക്കില്ലേ, പ്രൊട്രാക്ടർ എടുത്തിട്ട് നമുക്കറിയാം സാധാരണ വരയ്ക്കുന്നത്. അങ്ങനെയല്ല വരക്കേണ്ടത്. എന്താണ്, കോമ്പസ് ഉപയോഗിക്കണം, സ്കെയിൽ റൂളർ ഉപയോഗിച്ചിട്ട് എന്ത് വരക്കണം, 60 ഡിഗ്രി എങ്ങനെ വരക്കണം നമുക്ക് നോക്കാം. സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. സ്റ്റെപ്സ് വായിച്ചിട്ട് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, എ ബി എന്നുള്ളൊരു ലൈൻ ആദ്യം വരക്കുന്നു. ആ ലൈൻ പറഞ്ഞിട്ടുണ്ട് അത്ര വരക്കണം. ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഞാൻ എടുത്ത് എത്ര എടുക്കുന്നത്, 50 എടുക്കാം. നിങ്ങൾക്ക് 100 എടുക്കണമെങ്കിൽ 100 എടുക്കാം. 50 ലൈൻ എ ബി എന്നുള്ളൊരു ലൈൻ വരച്ചു. ഓക്കെ, എ ബി എന്നുള്ളൊരു 50 mm ലൈൻ വരച്ചു. അതിനുശേഷം എന്താ പറയുന്നത്, Draw an arc of suitable radius with A as center. Make the point on as P. ഇതൊക്കെയും നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ കോമ്പസിൽ ഒരു ആർക്ക് എടുക്കുന്നത്. അതായത് കോമ്പസിന്റെ നീളം അല്ലെങ്കിൽ റേഡിയസിന്റെ നീളം എടുക്കുന്നത്. എനിക്ക് എത്ര തോന്നി, ഏകദേശം ഈ 50 കുറേ ഒരു 30 mm എടുത്ത് വയ്ക്കാം, 3 സെന്റിമീറ്റർ എടുത്ത് വയ്ക്കാം. അതിന്റെ എന്ത് ചെയ്ത് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരക്കുന്നു. ഇങ്ങനെ വരക്കുമ്പോൾ എങ്ങനെ വരും, ഇവിടെ കുത്തിയിട്ട് വരക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നു അല്ലേ. അതായത് ഇങ്ങനെ ഒരു ലൈൻ വന്നു. ഇതാണ് ഞാനെടുത്ത ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്ത് പേര് കൊടുത്തു, പി എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ആ ആർക്കിന് പി എന്നുള്ളൊരു പേര് കൊടുത്തു. ഡ്രോ ആൻ ആർക്ക് ഓഫ് സെയിം റേഡിയസ് വിത്ത് പി ആസ് സെന്റർ വിച്ച് ഇന്റർസെക്ട് ദ ആർക്ക് അറ്റ് ക്യൂ. എന്താ പറയുന്നത്, നേരത്തെ എടുത്ത അതേ റേഡിയസിൽ അത് മാറ്റാതെ എന്ത് ചെയ്തു, ഇവിടെ കുത്തി പിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരാർക്ക് കൂടി വരക്കുന്നത്. ആ ആർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഈ ലൈൻ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യും. ഇതാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം, ആ പോയിന്റിലേക്ക് എ എന്നുള്ളൊരു ലൈൻ കൂട്ടി വരക്കുക. ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കാം. ഇത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഒന്നുമില്ല, എ ബി എന്നുള്ള ലൈൻ വരച്ചു, ഒരു ആർക്ക് വരച്ചു, ആ ആർക്കിൽ നിന്ന് അതേ ലെങ്ത്തിൽ വേറെ ആർക്കും കൂടി വരച്ചു. ഇതിന് ക്യൂ എന്നുള്ളൊരു പേര് കൊടുത്തു. എക്ക് തമ്മിൽ യോജിപ്പിക്കുന്നത് ആംഗിൾ ക്യൂ എ ബി അല്ലെങ്കിൽ ആംഗിൾ ബി എ ക്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. വരക്കുന്ന സമയത്ത് മനസ്സിലാവും. അതുകൊണ്ട് കുട്ടികൾ തന്നെ വരക്കാം. അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാം നമുക്ക്. അടുത്ത പ്രോബ്ലം എന്താ പറയുന്നത്, ഡ്രോ ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി യൂസിങ് കോമ്പസ് ആൻഡ് റൂളർ. എന്താ പറയുന്നത്, ഇതേ ചോദ്യം തന്നെയാണ്. അതിലെന്താ പറയുന്നത്, 120 ഡിഗ്രി വരക്കണം. നമുക്ക് എത്രയാണ്, 120 ഡിഗ്രി. പ്രൊട്രാക്ടർ യൂസ് ചെയ്യാവോ, ഇല്ല. എന്തൊക്കെ യൂസ് ചെയ്യണം, സ്കെയിലും ആൻഡ് കോമ്പസും സ്കെയിലും യൂസ് ചെയ്തിട്ട് 120 ഡിഗ്രിയിൽ ഒരു ആർക്ക് വരക്കണം. അതെങ്ങനെ വരക്കും, അതിൻ്റെയും സ്റ്റെപ്പ് ഇതിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് വരയ്ക്കുന്നു, ഫസ്റ്റ് നമ്മൾ വരക്കുന്നു എ ബി എന്നുള്ളൊരു ലൈൻ വരക്കുന്നു. ഓക്കെ, എ ബി എന്നുള്ളൊരു ലൈൻ വരക്കുന്നു, അല്ലെങ്കിൽ ബി എ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂട്ടി വരക്കുന്നു. ഇതേ കട്ടിയിൽ വരക്കേണ്ട, കുറച്ച് കട്ടി കുറച്ചിട്ട് എന്ത് ചെയ്തു, ഇതേ ലെങ്ത്തിൽ ഇങ്ങോട്ട് കൂട്ടിയെടുക്കുന്നു. ഓക്കെ, ഇത് കുറച്ച് കട്ടിയുണ്ട്, ഇത് കട്ടിയില്ല. എന്നിട്ട് ഇതിനെന്ത് വരയ്ക്കുന്നു, ഡി എന്നുള്ളൊരു പേര് കൊടുക്കുന്നു. എന്ത് പേര് കൊടുത്തു, ഡി എന്നുള്ളൊരു പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ദ, ഇത് ഏകദേശം ഇത് 50 ആണെന്നുണ്ടെങ്കിൽ ഇതും 50 mm തന്നെയാണ്. ഇതും 50 mm ആണ്. അപ്പൊ ആദ്യം എ ബി വരച്ചു, അതിനുശേഷം എ ഡി നില ലൈൻ നീട്ടി വരച്ചു. അതിനുശേഷം നോക്കാം, പ്ലേസ് ദ പോയിന്റ് ഓഫ് ദ കോമ്പസ് അറ്റ് എ ആൻഡ് ഡ്രോ ആൻ ആർക്ക് ദാറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് ഡി.
എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് കോമ്പസ് കുത്തിയിട്ട് എന്ത് വരക്കണം, ഈ ഡിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആർക്ക് വരക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരൂലേ, ഡിയിലൂടെ പാസ് ചെയ്യുന്ന പറയുമ്പോൾ ഡി എന്നുള്ള പോയിന്റിലെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആർക്ക് ഇവിടുന്ന് കുത്തിയിട്ട് ആ ലെങ്ത് എടുത്തിട്ട് വരക്കണം. മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നു, സിമ്പിളാണ്. ഓക്കെ, അപ്പൊ ആ ആർക്കും കൂടി നമ്മൾ വരച്ചു. അതിനുശേഷം എന്തെന്ന്, പ്ലേസ് ദ പോയിന്റ് ഓഫ് ദ കോമ്പസ് അറ്റ് ഡി ആൻഡ് ഡ്രോ ദ ആൻ ആർക്ക് ദാറ്റ് പാസസ് ത്രൂ പോയിന്റ് എ. ലെറ്റ് ദിസ് ആർക്ക് കട്ട് ദ ആർക്ക് ഡ്രോൺ ഏർലിയർ അറ്റ് സി. എന്താ പറയുന്നത്, ശ്രദ്ധിക്കുക. ഇവിടെ വരെ വെച്ചു അല്ലെ. ഇത് രണ്ടാമത്തെ പോയിന്റ് വെച്ചു. പ്ലേസ് ദ പോയിന്റ് ഓഫ് ദ കോമ്പസ് എ ആൻഡ് ഡ്രോ ആൻ ആർക്ക് ദാറ്റ് പാസസ് ത്രൂ ദ ഡി. എയിൽ കുത്തിയിട്ട് ഡിയിലെ പാസ് ചെയ്യുന്ന ഒരു ആർക്ക് വരച്ചു. മൂന്നാമത്തെ സിയിലെ പോയിന്റ് ഒക്കെ പ്ലേസ് ദ പോയിന്റ് ഓഫ് ദ കോമ്പസ് അറ്റ് ഡി. എന്താ പറയുന്നത്, പ്ലേസ് ഡിയിൽ കോമ്പസ് കുത്തുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. നേരത്തെ എയിൽ കുത്തിയിട്ട് ഡിയിലേക്ക് വരച്ചു. അടുത്ത് എന്ത് ചെയ്യുന്നു, ഡിയിൽ കുത്തിയിട്ട് എയിലൂടെ ഒരു ആർക്ക് വരക്കുന്നു. എടാ എ എന്നുള്ള പോയിന്റ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ആർക്ക് എങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലെ. ആർക്ക് ഇങ്ങനെ വരും, മനസ്സിലായോ? അതായത് ആദ്യം ഡിയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു, അതിനുശേഷം എയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു, ഡിയിൽ കുത്തിയിട്ട് വീണ്ടും ഒരു ആർക്ക് വരച്ചു. ആ ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നതിന് പോയിന്റ് സി എന്നുള്ള പേര് കൊടുത്തു. കാരണം ഇവിടെ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്, അതിനെന്ത് പേര് കൊടുത്തു, സി എന്നുള്ള പേര് കൊടുത്തു. ഒന്നും കൂടി ഇതുള്ള സ്റ്റെപ്പ് പറയാം. എ ബി എന്നുള്ള ഒരു ലൈൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, എന്ന് ഡിയിലേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. സെയിം ലെങ്ത് ആണ്, 50 mm ആണെങ്കിൽ 50 mm തന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, എന്ന് ഒരു ആർക്ക് വരച്ചു, ഡിക്ക് ടച്ച് ആവുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു. അതേ റേഡിയസിൽ എന്ത് ചെയ്തു, ഡിയിൽ നിന്നും എക്ക് ടച്ച് ആവുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു. ആർക്ക് പറഞ്ഞ വൃത്തത്തിന്റെ ഭാഗം. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ കൂട്ടിമുട്ടി അല്ലെ. ആ കൂട്ടിമുട്ടുന്ന വരുന്നതിന് പേര് സി എന്നുള്ള പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എയും സിയും തമ്മിൽ യോജിപ്പിച്ചു. അപ്പൊ എന്തായിരിക്കും, ഈ അളവ് 120 ഡിഗ്രി ആയിരിക്കും, ഈ അളവ് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ അളവ് നേരത്തെ വരച്ചിരുന്ന 60 ഡിഗ്രി എങ്ങനെ വരക്കുന്നത്. അപ്പൊ 60 ഡിഗ്രി മറുവശത്ത് എന്തായിരിക്കും, 120. കാരണം ഒരു വശം എന്ന് പറയുന്നത് 150 ആണ്. ഓക്കെ, 150 ആണ് എത്ര വരല്, 360 വരുന്നത്. അപ്പൊ 60 കിട്ടിയാൽ ബാക്കി വശം 120 ആണ് നമുക്കറിയാം. ഈ ആംഗിൾ 120 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാണ്. ശ്രദ്ധിക്കുക. ഡ്രോ എ റൈറ്റ് ആംഗിൾ യൂസിങ് കോമ്പസ് ആൻഡ് റൂളർ. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, മട്ടത്രികോണം അല്ലെ. കോമ്പസും റൂളറും ഉപയോഗിച്ചിട്ട് മട്ടത്രികോണം വരക്കണം എന്നാ പറയുന്നത്. റൈറ്റ് ആംഗിൾ അല്ല, 90 ഡിഗ്രി ആംഗിളാണ്. അതായത് ഇതാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്, 90 ഡിഗ്രി ആയിരിക്കും. ഇത് സാധാരണ വരക്കാൻ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞ മെത്തേഡ് വെച്ചാൽ എന്താണ്, റൂളറും കോമ്പസും ഇത് രണ്ടും വെച്ചിട്ട് വരക്കാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഡ്രോ ദ ആം എ ബി ഇൻ സൂയിറ്റബിൾ ലെങ്ത് 50 mm. എപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ തുടങ്ങുന്ന പോലെ തന്നെ. എങ്ങനെയാണ്, ആദ്യം 50 mm എന്നുള്ളൊരു ലൈൻ വരച്ചു, പേര് കൊടുത്തു. എന്താണ്, എ ബി എന്നുള്ള പേര് കൊടുത്തിട്ട് 50 mm ലെങ്ത്തും വരച്ചു. ശേഷം നോക്കാം. അതിന് ശേഷം എന്ത് ചെയ്യണം, ഡ്രോ ആൻ ആർക്ക് ഓഫ് സൂയിറ്റബിൾ റേഡിയസ് വിത്ത് സെന്റർ എ ആൻഡ് മാർക്ക് ദ പോയിന്റ് ഓൺ ദ ആംസ് ആസ് പി. സൂയിറ്റബിൾ ലെങ്ത്തിൽ, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ ഒരു റേഡിയസ് വരക്കുന്നത്. എത്രയാണ്, ഇത് ഏറെ കുത്തിയിട്ട് ഒരു ആർക്ക് വരക്കുന്നത്. ഓക്കെ, കോമ്പസ് കൊണ്ട് നിങ്ങൾ വരക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ ഒരു ആർക്ക് വരച്ചു. കാണുന്നില്ലേ, ഒരു ആർക്കാണ്. കൈയോട് വരക്കുന്നതുകൊണ്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും, ക്ഷമിക്കാം. നോക്കാം. എന്നിട്ട് എന്ത് ചെയ്തു, പേര് കൊടുത്തു അല്ലെ. പേര് പി എന്ന് കൊടുത്തു. ടച്ച് ആവുന്നിടത്ത് പേര് പി എന്ന് കൊടുത്തു. അതിനുശേഷം മൂന്നാമത്തെ പോയിന്റ് വെക്കാം. ഡ്രോ ആൻ ആർക്ക് വിത്ത് സെയിം റേഡിയസ് ആൻഡ് പി ആസ് സെന്റർ വിച്ച് ഇന്റർസെക്ട് ദ ആർക്ക് ക്യൂ. ഓക്കെ, അടുത്തെന്ത് ചെയ്തു, പിയില് നോക്കാം, ശ്രദ്ധിക്കുക. പിയില് കോമ്പസ് കുത്തിയിട്ട് ഈ സെയിം റേഡിയസിൽ എന്ത് ചെയ്തു, ഒരു ആർക്കും കൂടി വരച്ചു. അതെന്ത് ചെയ്തു, ഈ ആർക്കിൽ ടച്ച് ആവുന്നുണ്ട്. അതിന് പേര് കൊടുത്ത് എന്താണ്, ക്യൂ എന്നുള്ള പേര് കൊടുത്തു. അതിന് പേര് കൊടുത്തത് ക്യൂ എന്നുള്ള പേര് കൊടുത്തു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, സിമിലർലി നാലാമത്തെ പോയിന്റ് ഡ്രോ ആൻ ആർക്ക് ഓഫ് സെയിം റേഡിയസ് വിത്ത് സെന്റർ ക്യൂ വിച്ച് ഹാസ് ഇന്റർസെക്ട് ആർക്ക് ദ ആർ. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് നീട്ടിയിട്ടുണ്ട്.
എന്ത് ചെയ്തു, നേരത്തെ അതേ ലെങ്ത്തിൽ അല്ലെ, സിമിലർലി ഡ്രോൺ ആൻഡ് ആർക്ക് ഓഫ് സെയിം റേഡിയസ് വിത്ത് സെൻറ്റർ ആസ് ക്യൂ. ഇതിനെ സെൻറ്റർ ആക്കിയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മളൊരു ആർക്ക് വരക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആർക്ക് വരച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അതിന് പേര് കൊടുത്തുമ്പോൾ 6 എന്നുള്ള പോയിന്റ് കൊടുത്തു. ശ്രദ്ധിക്കുക, ആദ്യം എ ബി എന്നുള്ള ഒരു ലൈൻ വരച്ചു, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു ആർക്ക് വരച്ചു, അതിന് പി എന്നുള്ള പേര് കൊടുത്തു. ആ പിയിൽ കുത്തിയിട്ട് സെയിം റേഡിയസിൽ വീണ്ടും ഒരു ആർക്ക് വരച്ചു, അതിന് ക്യൂ എന്നുള്ള പേര് കൊടുത്തു. വീണ്ടും എന്ത് ചെയ്തു, ക്യൂ സെൻറ്റർ ആക്കി നമ്മൾ ഒരു ആർക്ക് വരക്കുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്തു പേര് കൊടുത്ത ആറിന് അല്ലെ. എന്നെന്ത് ചെയ്തു, എന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് ഒരു ആംഗിൾ എങ്ങനെ ബൈസെക്ട് ചെയ്യേണ്ടതെന്ന്. എന്ത് ചെയ്തു, ഇവിടെ കുത്തി ഇവിടുന്ന് ഒരു ലെങ്ത് എടുത്തു, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടുന്ന് കുത്തി സെയിം ലെങ്ത്തിൽ ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ പേര് കിട്ടി. ഇതിനെന്ത് കൊടുത്തു, എസ് എന്നുള്ള പേര് കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്തു, ഇത് തമ്മിൽ യോജിപ്പിച്ചു. ഇത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സംഭവം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സിമ്പിളാണ്. നമ്മൾ വരക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ വീഡിയോ കാണാം, വീഡിയോ കണ്ടിട്ട് അതുപോലെ വരക്കാം. ലാസ്റ്റ് പ്രോബ്ലം കൂടി നോക്കാം. ട്രൈസെക്ട് ആൻഡ് റൈറ്റ് ആംഗിൾ ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ബൈസെക്ട് പറയുമ്പോൾ 2 ആക്കണം,